ഗ്രോയിമാനോട് ഫൈറ്റ് ചെയ്യുവാണ് അവഞ്ചേഴ്സ്. ഗ്രോയിമാനെ ഡിഫീറ്റ് ചെയ്യാൻ അവഞ്ചേഴ്സിന് സാധിക്കുന്നില്ല. അയൺമാൻ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുവാണ്. അതായത് അവഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്യും തോറും ഗ്രോയിമാന്റെ പവേഴ്സ് കൂടി വരുവാണെന്ന്. പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സിനെ പോലെ മറ്റൊരു ടീം അവിടേക്ക് എത്തുകയാണ്. അവരാണ് തണ്ടർ ബോൾസ്. സിറ്റിസൺ വി, മീറ്റിയറൈറ്റ്, ടെക്നോ, മാക്ഫോർ, സോങ് ബേർഡ്, അറ്റ്ലസ് ഇവരൊക്കെയാണ് തണ്ടർ ബോൾസ് എന്ന ടീമിൽ ഉള്ളത്. തണ്ടർ ബോൾസ് ഗ്രോയിമാനെ ആക്രമിക്കുന്നുണ്ടെങ്കിലും തണ്ടർ ബോൾസ് ആക്രമിക്കും തോറും ഗ്രോയിമാൻ വീണ്ടും ശക്തനാവുകയാണ്. എന്തായാലും ഒരു നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവഞ്ചേഴ്സും തണ്ടർ ബോൾസും ടീമപ്പ് ചെയ്ത് ഗ്രോയിമാനെ ഡിഫീറ്റ് ചെയ്യുന്നു. ജനങ്ങളും മീഡിയയും എല്ലാം അവഞ്ചേഴ്സിനെ ശ്രദ്ധിക്കാതെ തണ്ടർ ബോൾസിനെ ഫോക്കസ് ചെയ്യുവാണ്. ഇതൊക്കെ കണ്ടിട്ട് ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാന് അത്ര സുഖിച്ചില്ല. തണ്ടർ ബോൾസിനെ പറ്റി എന്തൊക്കെയോ സംശയങ്ങൾ അയൺമാന് തോന്നുകയാണ്. അയൺമാനും ഫാൽക്കണും തണ്ടർ ബോൾസിന്റെ ബേസിലേക്ക് പോയിട്ട് തണ്ടർ ബോൾസിനെ പറ്റിയും അവർ ഉപയോഗിക്കുന്ന ടെക്നോളജിയെ പറ്റിയുമൊക്കെ മനസ്സിലാക്കുവാണ്. അതെ, തണ്ടർ ബോൾസ് ഉപയോഗിക്കുന്നത് സ്റ്റാർക്ക് ടെക് ആണ്. പെട്ടെന്ന് തന്നെ തണ്ടർ ബോൾസ് അയൺമാനെയും ഫാൽക്കണെയും വളയുന്നു. അയൺമാനും ഫാൽക്കണും തണ്ടർ ബോൾസുമായിട്ട് ഒരു ഫൈറ്റ് നടക്കുവാണ്. ആ പോരാട്ടത്തിന്റെ ഇടയ്ക്ക് തണ്ടർ ബോൾസിന്റെ ബേസിലേക്ക് ജസ്റ്റിൻ ഹാമർ ഒരു ബോംബ് ഇടുകയാണ്. അവഞ്ചേഴ്സിനോ തണ്ടർ ബോൾസിനോ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഫീൽഡിന്റെ ഉള്ളിലാണ് ആ ബോംബ് ഉള്ളത്. ടെക്നോയും അയൺമാനും അവരുടെ റിപ്പൾസറുകളുടെ സഹായത്തോടെ ആ മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സിന്റെ എനർജിയെ മിനിമൈസ് ചെയ്യുന്നതോടെ മീറ്റിയറൈറ്റ് ആ ബോംബ് ഡിഫ്യൂസ് ആക്കുന്നു. അവഞ്ചേഴ്സ് ജസ്റ്റിൻ ഹാമറിനെ തപ്പി ഇറങ്ങുവാണ്. അവഞ്ചേഴ്സ് ഓരോ പെയറായിട്ട് ഓരോ ലൊക്കേഷനിലേക്ക് ജസ്റ്റിൻ ഹാമറിന്റെ ബങ്കേഴ്സിലേക്ക് പോകുന്നു. ക്യാപ്റ്റൻ അമേരിക്കയും ബ്ലാക്ക് വിഡോയുമാണ് ജസ്റ്റിൻ ഹാമറിന്റെ ഒരു ബങ്കറിലേക്ക് പോകുന്നത്. എന്നാൽ അവിടെ വെച്ച് അവർ സിറ്റിസൺ വിയെയും സോങ് ബേർഡിനെയും കാണുകയാണ്. അയൺമാനും ഹൾക്കുമാണ് ജസ്റ്റിൻ ഹാമറിന്റെ മറ്റൊരു ബങ്കറിലേക്ക് പോകുന്നത്. എന്നാൽ അവിടെ വെച്ച് അവർ ടെക്നോയെയും അറ്റ്ലസിനെയും കാണുകയാണ്. തോറും ഫാൽക്കണും ഹോക്കയുമാണ് ജസ്റ്റിൻ ഹാമറിന്റെ മറ്റൊരു ബങ്കറിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് അവർ മാക്ഫോറിനെയും മീറ്റിയറൈറ്റിനെയും കാണുകയാണ്. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവഞ്ചേഴ്സിനെയും തണ്ടർ ബോൾസിനെയും മാൻഡ്രോയിഡ്സ് ആക്രമിക്കുന്നു. അവഞ്ചേഴ്സും തണ്ടർ ബോൾസും മാൻഡ്രോയിഡ്സുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. ഒരു നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവഞ്ചേഴ്സും തണ്ടർ ബോൾസും മാൻഡ്രോയിഡ്സിനെ നശിപ്പിക്കുന്നു. ബങ്കറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച അവഞ്ചേഴ്സും തണ്ടർ ബോൾസും ജസ്റ്റിൻ ഹാമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാസീവ് എമൗണ്ട് ഓഫ് മാൻഡ്രോയിഡ്സിനെ കാണുകയാണ്. അയൺമാൻ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുവാണ്. അതായത് ജസ്റ്റിൻ ഹാമർ മാൻഡ്രോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്റെ സ്റ്റാർക്ക് ടെക് കൊണ്ടാണെന്ന്. പെട്ടെന്ന് തന്നെ ബങ്കേഴ്സിന്റെ ഡോർ എല്ലാം ലോക്ക് ആകുന്നു. അവഞ്ചേഴ്സിനെയും തണ്ടർ ബോൾസിനെയും ആ ബങ്കറിൽ ട്രാപ്പ് ചെയ്ത് ആ ബങ്കർ നശിപ്പിക്കാനാണ് ജസ്റ്റിൻ ഹാമറിന്റെ ശ്രമം. ജസ്റ്റിൻ ഹാമർ ആ ബങ്കർ നശിപ്പിക്കുവാണ്. എന്തായാലും ഒരു വിധത്തിൽ അവഞ്ചേഴ്സും തണ്ടർ ബോൾസും രക്ഷപ്പെട്ടു. അവഞ്ചേഴ്സും തണ്ടർ ബോൾസും ജസ്റ്റിൻ ഹാമറിനെ തപ്പി അവസാന ബങ്കറിലേക്ക് പോകുന്നു. അവിടെ എത്തിയ അവഞ്ചേഴ്സും തണ്ടർ ബോൾസും ആ ബങ്കറിന്റെ കവാടം നശിപ്പിക്കുവാണ്. പെട്ടെന്ന് തന്നെ ഒരു ജയന്റ് മെഗാ മാൻഡ്രോയിഡ് അവരുടെ മുൻപിലേക്ക് എത്തുകയാണ്. ആ മെഗാ മാൻഡ്രോയിഡിനെ കൺട്രോൾ ചെയ്യുന്നത് ജസ്റ്റിൻ ഹാമർ ആണ്. അവഞ്ചേഴ്സും തണ്ടർ ബോൾസും മെഗാ മാൻഡ്രോയിഡുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. അവഞ്ചേഴ്സിനും തണ്ടർ ബോൾസിനും മെഗാ മാൻഡ്രോയിഡിനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. കാരണം മെഗാ മാൻഡ്രോയിഡിന് പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ട്. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് അയൺമാന്റെയും ഹോക്കയുടെയും സഹായത്തോടെ മീറ്റിയറൈറ്റ് മെഗാ മാൻഡ്രോയിഡിന്റെ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് നശിപ്പിക്കുന്നു. അവഞ്ചേഴ്സും തണ്ടർ ബോൾസും കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ എല്ലാ പവേഴ്സും ഉപയോഗിച്ച് മെഗാ മാൻഡ്രോയിഡിനെ ആക്രമിച്ച് നശിപ്പിക്കുന്നു. എന്തായാലും ജസ്റ്റിൻ ഹാമറിനെ അവഞ്ചേഴ്സ് പിടികൂടി. അവഞ്ചേഴ്സ് തണ്ടർ ബോൾസിനെ ട്രസ്റ്റ് ചെയ്യുവാണ്. തണ്ടർ ബോൾസിനും അത് തന്നെയാണ് വേണ്ടത്. എന്താണ് തണ്ടർ ബോൾസ് ലക്ഷ്യമിടുന്നത് എന്ന് അടുത്ത എപ്പിസോഡുകളിൽ കണ്ടറിയാം.